അപ്പം എന്തുവായിരുന്നു ഭാവിയിൽ ആഗ്രഹം? ഒരു ആഗ്രഹം ഒന്നും ആവാനുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പഠിക്കണ്ടായിരുന്നോ? ഒന്നും ഉണ്ടായിരുന്നു. പഠിച്ചപ്പോഴും ഇല്ലായിരുന്നോ? ചേച്ചി, ഞാൻ വീട്ടിൽ നിന്ന് പുറത്തായിട്ട് അച്ഛൻ പുറത്താക്കിയ സമയത്ത് മാമൻ എന്നെ വെറുതെ ഇരിക്കുന്ന സമയത്ത് മാമൻ എന്നോട് പറഞ്ഞു, നീ എന്റെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ പാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വെറുതെ പോയതാ. ഇത് രസമായിട്ട് പറഞ്ഞു, അച്ഛൻ എന്നെ പുറത്താക്കിയ സമയത്ത്. ഇതൊക്കെ ഒരു എല്ലാവർക്കും അറിയാവുന്ന. അല്ല ശരിക്കും നമുക്ക് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പഠിച്ചില്ലല്ലോ, അതുകൊണ്ടാണല്ലോ പുറത്താക്കിയത്. പഠിച്ചുകൊണ്ടിരുന്ന സമയമല്ല എനിക്ക്, പഠിച്ചില്ല. അതിനെപ്പറ്റി ചോദിക്കുകയും ചെയ്യാറില്ല. ശരി, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? അങ്ങനെ അച്ഛൻ പുറത്താക്കി. അതല്ലേ ഈ കുക്കിംഗ് ഒക്കെ അറിയാവുന്ന. അല്ല, ഞാൻ സ്ത്രീകളെ സംബന്ധിച്ചല്ലേ പറഞ്ഞത്. ആണുങ്ങളെ സംബന്ധിച്ച് ഇതൊക്കെ അറിയണമെങ്കിൽ ഒരു പണിയില്ലാതിരിക്കുന്ന സമയത്തൊക്കെ ഇതൊക്കെ ചെയ്ത വേറെ വഴിയില്ലല്ലോ. പുറത്തുനിന്ന് വാങ്ങിക്കാൻ കാശുപോലില്ല ഭക്ഷണം, അപ്പൊ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയേ പറ്റൂ. അല്ല ശരിക്കും ആ ഒരു സമയം എന്ന് പറയുമ്പോൾ ഇച്ചിരി സ്ട്രഗിൾ അല്ലായിരുന്നു അത്യാ? നമുക്ക് ഏത് സ്റ്റെപ്പ് എടുക്കണം, എന്തെടുക്കണം, അങ്ങനെ ഒരു ഫേസ് എനിക്കില്ല ചേച്ചി. ശരിക്കും അപ്പൊ ലൈഫിൽ അങ്ങനെ ഡിസിഷൻസ് ഇല്ലേ അത്യാ? ഇല്ല ചേച്ചി. എന്ന് പറഞ്ഞ ചുമ്മാ പറയല്ലേ, നമ്മൾക്ക് പ്ലെയിൻ ആയിട്ട് അങ്ങ് പോകാനൊക്കെ ജീവിതത്തില്. അങ്ങനെ ഞാൻ പറഞ്ഞ ആ സമയത്താണ് ഞാൻ പറഞ്ഞു, ആ സമയത്ത് എനിക്കില്ല. കാരണം അങ്ങനെയുള്ള ചേച്ചി, ഞാൻ മറ്റേ ചേച്ചി വളരെ ചെറിയ പ്രായത്തിൽ വന്നു, സിനിമയിൽ വന്നു. ചേച്ചിക്ക് അന്ന് ഡിസിഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഇവിടുത്തെ 90% ചെറുപ്പക്കാർക്കും അങ്ങനെ ഡിസിഷൻ ഇല്ലാത്ത ആൾക്കാരാണ്. ആ സത്യം, പലർക്കും ഇല്ല. 90 പോട്ടെ, ഒരു 95 കൂട്ടിയോ. പലർക്കും ഇല്ലാന്നേ. ഒരു പ്രായം കഴിയുന്നവര് 20, 21, 22 വയസ്സ് വരെ പഠിക്കും. എന്തിനാ പഠിക്കുന്നത് അറിഞ്ഞൂടാ. ഓക്കെ, എന്റെ കൂടെ ഉള്ളത് പഠിക്കണമെന്ന് അറിഞ്ഞൂടാ. ഈ പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ജീവിതം ഭയങ്കര സുഖമായിരിക്കും. പിന്നെയല്ലേ കഷ്ടപ്പാട്. കല്യാണം കഴിക്കണം. ഇപ്പൊ പെണ്ണ് കിട്ടാൻ ജോലിയുള്ളവന് പെണ്ണ് കിട്ടുന്നുണ്ടോ? ഇല്ല. പെണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ സമാധാനം ഉണ്ടോ? ഇല്ല. ഉള്ള നേരമൊക്കെ ഇങ്ങനെ പറയുവാന്നോ? നേരൊന്നും അല്ല, ഇതൊക്കെ ചുമ്മാ പറയുന്ന. ചേച്ചി, ഇതാണ് ശരാശരി. ചേച്ചി സുഖിച്ച് ജീവിക്കുന്നുണ്ടോ ചേച്ചിക്ക് മനസ്സിലാവുന്നുണ്ടോ? ജീവിക്കുന്നില്ല, ദൈവാനുഗ്രഹിച്ച ഒരു കുടുംബമായിട്ട് മുമ്പോട്ട് പോകും. അങ്ങനെ കിട്ടുന്ന എത്ര പേരുണ്ട്, നല്ലൊരു കുടുംബം കിട്ടുന്നത്. എല്ലാം നന്നായി വരുന്ന ആരുണ്ട്? എല്ലാരും നല്ലതായിട്ടായിരിക്കുന്നത്. ഓലൊക്കെയാണ്. ഒന്നുമില്ലെന്ന്. വിനീത് എന്ത് ചെയ്തു? വിനീത് വഴക്ക് പറഞ്ഞിട്ടില്ലേ അനിയനെ? വഴക്ക് പറയാൻ ഞാൻ വീട്ടിൽ കൊടുത്തില്ല. അന്ന് അച്ഛന്റെ ഇതിലാണ് ഏട്ടൻ നിൽക്കുന്നത്. കാരണം അച്ഛന് സപ്പോർട്ടിലാണ് ഏട്ടൻ നിൽക്കുന്നത്. ഏട്ടൻ എങ്ങനെയെങ്കിലും വലിയൊരു സിനിമയിലോട്ട് വരാൻ നിൽക്കുമ്പോൾ എന്നെ വന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏട്ടനെയും കൂടെ ചേർത്ത് പുറത്താക്കില്ലേ. അപ്പൊ ചെറുപ്പം മുതല്. അപ്പൊ ഇദ്ദേഹത്തെ വെളിയിലാക്കിയപ്പോ ഇദ്ദേഹത്തിനും ഈ പറഞ്ഞ പോലെ ചുമ്മാ ഇരിക്കണ്ടെന്ന് പറഞ്ഞ അമ്മാവന്റെ സ്നേഹം കൊണ്ട് പോകുന്നതാ. അമ്മാവനോട് അച്ഛൻ പറഞ്ഞു, അവനെ നീ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. പുള്ളിയെ വെളിയിലാക്കി. ആ പറയുന്ന അമ്മാവനല്ലേ ഈ പറഞ്ഞ ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്നത്? പുള്ളി കഥ പറയുമ്പോൾ പുള്ളി ചെയ്ത പടമാണ് മാണിക്കക്കല്ല്. ഓ അത് ശരി. ഇപ്പൊ അച്ഛൻ എന്നാ പറയുന്നത്? ആദ്യം പുറത്താക്കിയത് നന്നായി എന്ന് ചിന്തിച്ചിട്ട് ഞാനും അച്ഛനും കൂടെ ഏട്ടനെ പുറത്താക്കാൻ വേണ്ടി ആലോചിക്കുക. എന്താ കാര്യം? അച്ഛനെ ഫുൾ സപ്പോർട്ട് ചെയ്ത് നടന്നോണ്ടിരുന്ന മോനെ. ചേച്ചി, കാരണം ഒരു പ്രായം കഴിയുമ്പോ മക്കള് വീട്ടിൽ നിൽക്കണം. ഓക്കെ, ഇപ്പൊ വീട്ടിൽ കൃത്യമായി വന്ന് നിൽക്കുന്നതും താമസിക്കുന്നതും അല്ല അച്ഛൻ്റെ വഴി കാര്യങ്ങൾ നോക്ക് ഞാനല്ലേ. ആ സമയത്ത് അച്ഛൻ എന്നെ നമ്മൾ ആവശ്യമില്ല, നല്ല പ്രായത്തില്. ഇപ്പൊ ഇപ്പോൾ വയസ്സായ വാർദ്ധക്യകാലത്ത് മക്കള് വീട്ടിലുണ്ടാവുക എന്ന് പറയുന്നത് അച്ഛനമ്മമാരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം. എനിക്ക് സമയമില്ല, ഷൂട്ടിന്റെ തിരക്കിലാണെങ്കിൽ പോലും. ബട്ട് സ്റ്റിൽ നമ്മള് ഇടയ്ക്കൊന്ന് വന്ന അച്ഛനമ്മയുടെ കാര്യം അല്ല, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ 3 പടം എറണാകുളത്ത് പിടിക്കും അടുപ്പിച്ച്. അപ്പൊ വീട്ടിൽ പോയി വരാലോ. അത് സത്യാട്ടോ. അല്ല ആയിക്കോട്ടെ, അതായാലും അപ്പനും അമ്മയും കരുതുന്നതിന്റെ ഒരു ഭാഗമല്ലേ. ശരിയാ. ശ്രീനിയേട്ടൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ നമ്മുടെ മലയാളികൾക്കൊന്നും മറക്കാൻ പറ്റാത്ത ഒരു വലിയൊരു വ്യക്തിത്വമാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. എന്റെ ജീവിതത്തിൽ ഒട്ടുമില്ല, ഞാൻ പറയത്തില്ലേ. കാര്യം ശ്രീനിയേട്ടൻ കാരണമാണെന്ന് ഞാൻ അത് പറയാതിരിക്കാൻ പറ്റില്ല. ജീവിതത്തിൽ അത് സിനിമ എന്ത് സിനിമയായിരുന്നു സത്യട്ടോ. ആ സിനിമ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഇന്നും ശ്രുതി അല്ലെങ്കിൽ മഴയത്ത് മുൻപേ എന്നൊരു ഐഡന്റിഫിക്കേഷനാണ് എനിക്ക് ഇപ്പോഴും തരുന്നത്. അത് ശ്രീനിയേട്ടനും കമൽ സാറും എടുത്ത ഒരു ഏറ്റവും വലിയൊരു റിസ്ക് ആണെന്ന് തന്നെ പറയും. പക്ഷെ എനിക്ക് സ്റ്റേറ്റ് അവാർഡല്ലേ ബെസ്റ്റ് സ്ക്രീൻ പ്ലേ മഴയത്ത് മുൻപേ, ബെസ്റ്റ് ഫിലിം ഒത്തിരി കിട്ടി ശരിക്കും. ഈവൻ സ്ക്രീൻ അവാർഡ് വരെ അങ്ങോട്ട് വരെ പോയതാ. സോ ഹാപ്പി സ്റ്റിൽ. ആ ഒരു ഇതാണ് ഇപ്പൊ എനിക്ക് ഈ ഒരു ഷോ നടത്താൻ പോലും എന്റെ പ്രേക്ഷകർ എന്നോടൊപ്പം നിൽക്കുന്നുണ്ട്. ശ്രീനിയേട്ടനോട് എപ്പോ കടപ്പാട് തീരാനാ. ഞാൻ ഈയിടെ കണ്ടു 2 എഴുതുവോ എന്നാ നമുക്കൊന്ന് അഭിനയിച്ചേക്കാന്ന് പറയുകയും ചെയ്തു.
ഇപ്പൊ അപ്പയുടെ ആരോഗ്യം ഒക്കെ എങ്ങനെയിരിക്കുന്നു? ഇപ്പൊ കുഴപ്പമില്ല. കിഡ്നിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് ചെറിയ ഡയാലിസിസ് ഉണ്ട്. ഇപ്പം അപ്പന് കൃഷിയോടൊക്കെ ഭയങ്കര ഇഷ്ടമല്ലായിരുന്നോ? മക്കൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? എനിക്കുണ്ട്. അല്ല, അപ്പൻ ഈ കൃഷി ചെയ്ത് സ്വാഭാവികമായിട്ട് അടുക്കളയിൽ താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊണ്ടെന്ന് പറഞ്ഞാലും അത്രയല്ലേ അടുക്കളയിൽ കൊച്ചെന്നം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇത് കൃഷി ചെയ്ത് ഉണ്ടാക്കണ്ടേ? അപ്പൊ അല്ല, അപ്പൻ ഇങ്ങനെ ഈ കൃഷിക്ക് വേണ്ടി അപ്പൻ സമയം കളഞ്ഞിട്ടുണ്ട്. അത് നമ്മള് റീലൊക്കെ ഒത്തിരി കണ്ടതല്ലേ. അതേപോലെ കളഞ്ഞതല്ല, അതിൽ നിന്ന് പുള്ളിക്കൊരു സന്തോഷവും നമ്മളെ ഈച്ച് മലയാളികൾ അങ്ങനെ ചെയ്യണം എന്ന് അപ്പൻ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യും. എനിക്ക് തോന്നുന്നു അത് വളരെ നേരത്തെ സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഈ ഓർഗാനിക് ഫാമിംഗ് എന്താണെന്നും ഇതൊക്കെ അറിയുന്ന അതിന് മുന്നേ തന്നെ പുള്ളി ആ നാട്ടിലും പുള്ളി ഇതിനെ പ്രൊമോട്ട് ചെയ്തിട്ട് 2010-9 ആ സമയം തൊട്ടിട്ട് പുള്ളി ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെയാണ് സിനിമ ഹൗ ഓൾഡ് ആർ യു വരുന്നു, അല്ല സിനിമകളിലൂടെ ഇതിനെ ഇത് ചെയ്യുന്നു. അപ്പൊ അച്ഛൻ അന്ത കാലം തൊട്ടിട്ട് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു റീസേർച്ചും ഇതും. അപ്പൊ ആ ഞങ്ങളുടെ നാട്ടില് ഞങ്ങളിപ്പോ താമസിക്കുന്ന തൃപ്പൂണിത്തുറ അവിടെ പല നെൽപ്പാടവും ഇതൊക്കെ ഇങ്ങനെ പുറമ്പോക്ക് പോലെ കടന്നിരുന്ന സ്ഥലങ്ങളൊക്കെ പുള്ളി പാട്ടത്തിനും ഇതിനൊക്കെ എടുത്ത് പുള്ളി അവിടെ കൃഷി ഇറക്കി പുള്ളി ആ ഏരിയയിലുള്ള എല്ലാവരും കൊണ്ടുവന്ന് ഒരു സൊസൈറ്റി പോലെ രൂപീകരിച്ച് അവിടെ എല്ലാ നാട്ടിലെ ആൾക്കാരെയൊക്കെ ആ ഒരു കൾച്ചർ പുള്ളി ഗ്രോ ചെയ്തെടുത്തു. ശരിക്കും അപ്പന്റെ ആ റീലൊക്കെ കുറെ കണ്ടപ്പോഴത്തേനുണ്ടല്ലോ നാട്ടുകാർക്കൊക്കെ ഒത്തിരി പ്രോത്സാഹനമായിരുന്നേ. അറ്റ്ലീസ്റ്റ് നമ്മുടെ മുറ്റത്താണേലും 2 ചെടി വെച്ചേച്ച് അതൊന്ന് ചെയ്യാനായിട്ട് സത്യം പറഞ്ഞ അതുകൊണ്ട് അല്ലേ ചേച്ചി, സന്തോഷത്തിന് വേണ്ടിയില്ല നമ്മളത് പുള്ളി അത് പ്രൊമോട്ട് ചെയ്ത് അതിനല്ല. കാരണം പുള്ളി പറഞ്ഞിരുന്ന നമ്മുടെ ഏറ്റവും ആരോഗ്യവും പരിപാടിയും ചെയ്യുന്നത് ഈ പറഞ്ഞ പെസ്റ്റിസൈഡ് അടിക്കുന്ന ഇതുപോലത്തെ പച്ചക്കറി വരുന്നത് തമിഴ്നാട്ടിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയുള്ള. അപ്പം ഞങ്ങൾ ആ വീട്ടിലെല്ലാം കൾട്ടിവേറ്റ് ചെയ്തിരുന്ന സാധനങ്ങളാണ് വർഷങ്ങളായിട്ട് പിന്നെ ഉപയോഗിച്ചത്. പുള്ളി പുറത്തുനിന്ന് പച്ചക്കറി വാങ്ങിക്കില്ല, ഉപയോഗിക്കില്ല, കഴിക്കില്ല. അപ്പം ആരോഗ്യ സംരക്ഷണം എന്നുള്ള രീതിയിലാണ് പുള്ളി അതിനെ പറയുക. അല്ലാണ്ട് നമ്മളിത് ഡെയിലി ഇത് കുറച്ച് നട്ടിട്ട് രാവിലെ വന്ന് നോക്കി സന്തോഷം കിട്ടിക്കഴിഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ തന്നെ ഇത് ചെയ്ത് നമ്മൾ തന്നെ അത് കഴിച്ച് ഇതാക്കുക എന്നുള്ള. കാരണം ഓർഗാനിക്കലി നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഇതിന് വലിയ സൈസും വലിപ്പമൊന്നും ഉണ്ടാവില്ല. വെണ്ടക്കൊക്കെ ഇത്രേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ സാധനം ഈ പറഞ്ഞ പോലെ പറയാം. ശരിയാ, പ്രാക്ടിക്കലി അതാണ്. നമ്മള് മറ്റേ ജൈവവളമൊക്കെ ഉപയോഗിച്ചും ഈ പറഞ്ഞ പെസ്റ്റിസൈഡ് ഒന്നും അടിക്കാതെ എടുക്കുന്ന സാധനം. പക്ഷെ വീടുകളിൽ വെച്ചാൽ ആരാ നമ്മളിപ്പോ പെസ്റ്റിസൈഡ് അടിക്കാൻ പോകുന്നത്? അവിടെ ഇപ്പൊ നമ്മൾ മെനക്കെടാൻ പോവോ? ഒന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറിയുടെ വേസ്റ്റ് ഒക്കെ ഇട്ടും ആ വളമൊക്കെ കൊടുത്തുമൊക്കെ ആയിരിക്കുമല്ലോ. നമുക്ക് അല്ലാതെ മെനക്കെട്ട് പോയി കിടന്ന് ആരും വളം മേടിച്ച് കൊണ്ടിടുകയോ അതിനെ പരിപോഷിക്കുകയോ ചെയ്യത്തില്ല. അതും ഇതിപ്പോ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്ക് പ്രാക്ടിക്കൽ അല്ല. നമുക്ക് വീടുകളിലാണെങ്കിൽ നമുക്കിത് വയബിൾ ആണ്, പ്രാക്ടിക്കൽ ആണ്. അപ്പോഴിത് പ്രൊമോട്ട് ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും പിന്നീട് കുറെ ഓർഗാനിക് ഇത് വന്നു, കടകൾ വന്നു, സ്റ്റോറുകൾ വന്നു, ഷോപ്പുകൾ വന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കൾച്ചർ വന്നു. ഇപ്പൊ എല്ലാവരും എനിക്ക് തോന്നുന്നു ആരും തന്നെ ഇല്ലാന്ന് ഞാൻ പറയണില്ല, പക്ഷെ സ്റ്റിൽ കാരണം ഇപ്പൊ എനിക്കൊന്ന് ഓർഗാനിക് ഇതൊരു സ്ക്വയർ രീതിയിലൊരു സ്കാമായി മാറുന്നുണ്ടോ എന്നൊരു നമുക്ക് ഡൗട്ട്. ചിലത് ഇല്ലാന്ന് എല്ലാവരെയും പറയാൻ പറ്റില്ല. വളരെ ജെന്യൂനായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ ചില സ്ഥലത്ത് കണ്ടിട്ടുള്ള സ്കാമാണ്. നമുക്കത് കാരണം സാധാരണ കോമണേഴ്സിന് അത് അഫോർഡബിൾ അല്ല. കാരണം കമ്പാരിറ്റീവ്ലി നോർമൽ മാർക്കറ്റിന് കിട്ടുന്നതിനേക്കാൾ എക്സ്പെൻസീവ് ആണ്. അപ്പം ഇപ്പോഴും നമ്മൾ കഴിയാവുന്നത്ര വീട്ടിൽ ചെയ്യുക, അല്ലാതെ ബാക്കി എന്തെങ്കിലും ആവശ്യം വരുമ്പോ മേടിക്കാന്നുള്ളത് കംപ്ലീറ്റ്ലി നമുക്ക് വയബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അല്ല, അത് കറക്റ്റ് ആണ്. എല്ലാവർക്കും പറ്റിയല്ല അത് പോയി മേടിക്കാൻ. ഈ പറഞ്ഞ പോലെ എടുക്കാൻ പോണെന്ന് ആഗ്രഹമുണ്ട്, ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ കൈക്ക് പറ്റുന്നതല്ലേ, നമ്മുടെ കൈ കൊക്കിന് ഒതുങ്ങുന്നതേ കൊത്താവൂന്ന് പറയല്ലേ എന്ന് പറഞ്ഞ പോലെയാ. ശരിയാ. ഇതേപോലെ ശ്രീനേട്ടന് രാഷ്ട്രീയത്തോട് ഇഷ്ടമായിരുന്നു? രാഷ്ട്രീയത്തിനോട് ഇഷ്ടമല്ല. പുള്ളിക്കൊരു കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം അവർ ജനിച്ചു വളർന്ന സ്ഥലം ഇന്റർവ്യൂലൊക്കെ ശ്രീനേട്ടൻ എന്താ അറിയോ, ശരിക്കും ശ്രീനേട്ടന്റെ വർത്താനം കേൾക്കാൻ ഞങ്ങൾക്ക് മലയാളികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. എന്നാന്ന് വെച്ചാൽ ശ്രീനേട്ടൻ പറയുന്ന ഉള്ളതുപോലെ അങ്ങ് തുറന്നു പറയുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ സത്യം കേൾക്കുമ്പോൾ ഒരാളുടെ വായിന്ന് കേൾക്കുമ്പോൾ ഏതൊരാൾക്കാണ് ഇഷ്ടമല്ലാത്ത അല്ലെ. അപ്പൊ ശ്രീനേട്ടന്റെ മിക്ക ഇന്റർവ്യൂസും എല്ലാം അതുകൊണ്ടാണ് ഞാൻ ഈ ചോദിക്കുന്നല്ലേ. ഇഷ്ടമായിരുന്നു? മക്കൾക്ക് ഇഷ്ടമായിരുന്നു ഈ ധ്യാനോ വിനീതനോ? ഇഷ്ടപ്പെടാൻ ഇതൊരു നമുക്ക് നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങളുണ്ട്, ഇല്ലാന്നല്ല പറയത്തില്ല. ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടം തോന്നാനുള്ളൊന്നുമില്ലല്ലോ. എന്നതേലും നാടിന് വേണ്ടി ചെയ്യണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ വല്ല ചെയ്യണമെന്നോ അങ്ങനെ ആഗ്രഹം? നാടിന് വേണ്ടി ചെയ്യേണ്ടവർ തന്നെ ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അല്ല, അവരോട് മുഖത്ത് നോക്കി പറയാനൊരു മടിയോ അങ്ങനെ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നമ്മള് ജീവിക്കുന്ന തന്നെ തേർഡ് വേൾഡ് കൺട്രിയാണ് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ചെയ്യണ്ട, നടന്നോളൂ. അപ്പൊ
അപ്പം അതുകൊണ്ട് പിന്നെ നടന്നോളന്നല്ല, ബേസിക്കലി കറപ്ഷനും മിസ്മാനേജ്മെന്റ് ഇതൊക്കെ ഉള്ളിടത്തോളം പ്രത്യേകിച്ച് ഇവിടെ വലിയ മാറ്റങ്ങളൊന്നും വരാൻ പോണില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചാരിറ്റി കാര്യങ്ങൾ അതുപോലെ സംഭവങ്ങൾ നമ്മൾ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യാന്നുള്ള, അതിപ്പോ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. എന്നുവെച്ചാൽ പറ്റുന്ന രീതിയിൽ തോതിൽ നമുക്ക് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ രാജ്യത്ത് തന്നെ മാറ്റിമറിക്കാന്ന് പറഞ്ഞാൽ ഈ രാജ്യം മാറാറില്ല. ഇല്ലേ എന്തായിട്ട് സുന്ദരമായിട്ട് അങ്ങ് പറയുക. പക്ഷെ എനിക്ക് എന്നാന്നറിയാം, ധ്യാനം ഇഷ്ടം എല്ലാം ഭയങ്കര കൂളായിട്ട് എടുക്കുന്നത്. അങ്ങനെയാന്നു അല്ലേ? നമുക്കിപ്പൊ ഞാനിപ്പം ആ ഒരു അപ്പൻ ഇറക്കി വിട്ട സമയം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ ആണെങ്കിൽ തകർന്ന് തരിപ്പണം. അയ്യോ വീടുമില്ല നാടുമില്ല ഒന്നുമില്ലാത്തൊരവസ്ഥ. അങ്ങനെ ആവുമ്പത്തേക്ക് നമ്മൾ തകർന്നു. പക്ഷെ ആ സമയത്തും അങ്ങനെ ആകുമ്പോ കുഴപ്പമില്ല, കുറച്ച് കാശുണ്ടായിരുന്നത് കുഴപ്പമില്ലായിരുന്നു. എനിക്ക് അപ്പനില്ലെങ്കിൽ അമ്മയില്ലെങ്കിൽ ജീവിക്കുന്നില്ല, പൈസ ഇല്ലാണ്ട് ഇപ്പൊ അല്ല. പക്ഷെ എന്നാലും അതൊരു കൂളായിട്ടാ എടുക്കുന്നേ. അതിന് വലിയ ടെൻഷനുള്ള പരിപാടിയല്ല. നമുക്കത് വരട്ടെ, വരുമ്പോ ചെയ്യാം. ആ സമയത്ത് എനിക്ക് 2-3 പ്രണയമൊക്കെ ഉണ്ടായിരുന്നു. അവരെന്നെ സാമ്പത്തികമായി സഹായിച്ചിരുന്നു, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. സാമ്പത്തികം സഹായിക്കാൻ വേണ്ടി പ്രണയിച്ചതാണോ? അല്ലല്ല, 1 2 2-3 ഒരേ സമയത്തോ? അതല്ലേ ഞാൻ വല്ലതും കണ്ടിട്ടാണ് പരിപാടി കാണിച്ചത്? അതിനെ പ്രണയം എന്ന് വിളിക്കണ്ടേ ചേച്ചി? ഫണ്ട് റേസർ എന്ന് വിളിച്ചാൽ മതി അല്ലേ? എന്ത് വേണം വിളിക്കാം. അപ്പൊ ആ സമയത്ത് നമ്മൾ അവരുടെ ഒരു ധൈര്യത്തിൽ ബിഹൈൻഡ് എവരി മാൻ ദർ ഇസ് എ വുമൺ എന്ന് പറഞ്ഞാൽ മോനെ നീ വീട്ടിൽ പോണം. എന്റെ ലൈഫിൽ അങ്ങനെ ദർ ആർ മെനി വിമൻ പറയാൻ. വീട്ടിൽ പോണം. അവർക്ക് അതൊക്കെ അറിയാം. അതെ, ഇത്രയും ഫിലിം എല്ലാം ചെയ്യുമ്പോഴേ പുള്ളിക്കാരത്തി ക്രിട്ടിസൈസ് ചെയ്യോ ഭാര്യ? പക്ഷെ ഇത് കാണൂലല്ലോ, കണ്ടാലേ ക്രിട്ടിസൈസ് ചെയ്യാം. സിനിമയ്ക്ക് കൊണ്ടുപോകത്തില്ലേ? സിനിമ കാണും, എന്റെ സിനിമ കാണുമല്ല. എന്നതാടാ പറയുന്നത്? ചുമ്മാ എന്നെ എന്തേലും ഒക്കെ പറയും. പിന്നെ സ്വന്തം ഭർത്താവ് ഒരു കാണാൻ കൊള്ളുന്ന ഒരു സിനിമ പറഞ്ഞ ചേച്ചി അടുത്ത കാലത്ത് ഇറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം 1 വർഷം കഴിഞ്ഞു. അത് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ ചെയ്ത ഡയറക്ടേഴ്സ് ഒക്കെ അടിക്കും. ഒരിക്കലും ഇല്ല, അവർക്കൊക്കെ അത് ബോധ്യമുണ്ട്. കഥ പോലും അറിയാത്ത ഞാൻ ചേച്ചി ഇത്രയും പറഞ്ഞിട്ട് ചെയ്യില്ലേ? പോട്ടെ, ചേട്ടനോട് കഥ ചോദിച്ചില്ലെന്ന് നോക്കാം, ബാക്കിയുള്ളവരോട് ഒന്നും ചോദിക്കുവല്ലേ? ആരോടും ചോദിച്ചു നോക്ക് ചേച്ചി. ഞാൻ ആരോടും പോയി കഥ ചോദിച്ചു. അതുകൊണ്ടല്ലേ എന്നെ ഇത്ര സ്നേഹം അവർക്കൊക്കെ. എപ്പോഴും ഒന്നും ചോദിക്കില്ല ഞാൻ. അങ്ങ് അഭിനയിക്കും. അന്ന് രാവിലെ എന്നാ കുളത്തിൽ ചാടണോ ചാടും, പുല്ല് പറിക്കണോ പറിക്കും, എല്ലാം ചെയ്യും. അയ്യോ, അന്ന് രാവിലെ എന്നാ പറയുന്നത് അതൊക്കെ ചെയ്യുവോ? തന്നെ നമ്മുടെ ജോലിയല്ലേ, നമ്മള് ഫ്രീലാൻസ് ചെയ്യല്ലേ? ഫ്രീലാൻസ് അല്ലേ? ഫ്രീ ആയിട്ടല്ല, പക്ഷെ ഫ്രീലാൻസ്. അത് കൊള്ളാട്ടോ. പക്ഷെ ഒരു കാര്യം എന്നാന്ന് വെച്ചാ, എനിക്ക് ധ്യാന്റെ ഒരു പോസിറ്റീവ് ഉണ്ട്. എന്നാന്ന് വെച്ചാൽ എല്ലാം ഒരു ടെൻഷൻ കയറ്റിയിട്ടുള്ള ഒരു വർത്താനോ അല്ലെങ്കിൽ ടെൻഷൻ കയറ്റിയിട്ടുള്ള ഒരു ലൈഫോ അങ്ങനെയില്ല. ഓൾവേസ് പോസിറ്റീവ്. എപ്പോഴും എന്താ പറയാ, നമ്മളൊരു നല്ലത് പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ല, ഇപ്പൊ ഒരു ടെൻഷൻ വന്നു, ഓക്കെ നാളെ അത് മാറി നേരെ ആവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവില്ലേ ഉള്ളില്? അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതുമില്ല. ഇനിയിപ്പോ ഞാൻ എന്നതാ ഉള്ളത് അതൊന്നു പറഞ്ഞേ. ചേച്ചി എപ്പോഴും എന്നെ സ്നേഹിക്കുന്ന, നമ്മളെ ഇഷ്ടപ്പെട്ടിരുന്ന കുറെ ആൾക്കാർ എനിക്ക് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ സൗഹൃദം, പ്രണയം, ഇതുപോലെ പല രീതിയിൽ അതൊക്കെ പറയണല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോൾ നമുക്ക് ഒരു ടെൻഷനും ഉണ്ട്. ഇപ്പൊ നാളെ എനിക്കൊന്നും ഒരു ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട്, ചേച്ചി എനിക്ക് പൈസ ഇട്ടല്ലേ ഗൂഗിൾ പേയില്, അത്രേ ഉള്ളൂ. എന്തിനാ ടെൻഷൻ അടിക്കണം? അപ്പൊ വൈഫായിട്ടുള്ള പ്രണയം അതെങ്ങനെയായിരുന്നു? എപ്പോഴായിരുന്നു വൈഫായിട്ടുള്ള പ്രണയം? അതെപ്പായിരുന്നു? അതൊരു പ്രണയം. അയ്യോ, എന്റെ തേമ്പി ഇവ വീട്ടിൽ ചെല്ലുമ്പോ അടി ഓർമ്മ ഇല്ല ചേച്ചി, അതൊക്കെ എപ്പോഴേ കിട്ടി. അതെ, വന്നു കയറിയപ്പോ തൊട്ട് കൊച്ചിനെ കൊണ്ട് അടുക്കള പണി മുഴുവൻ ചെയ്യിപ്പിച്ചു. ഈ പറഞ്ഞ പോലെ വിശേഷം മുഴുവൻ പറഞ്ഞു. പക്ഷെ എനിക്ക് ധ്യാനിനെ ഇഷ്ടം ഇപ്പോഴും ഞാൻ പറയല്ലേ, ഒരു ടെൻഷൻ ഇല്ലാത്തൊരു കുട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ, എനിക്ക് എന്നേലും ഇച്ചിരി കൂടെ സൈഡിൽ കൂടെ പോയാലും എനിക്ക് ടെൻഷൻ. അയ്യോ ഏട്ടാ അതെന്താ ഇങ്ങനെ ചോദിക്കുന്ന ഒരു വ്യക്തിയാ ഞാന്. അന്നേരം എനിക്ക് ടെൻഷനൊന്നും താങ്ങാൻ പറ്റിയാലോ, ഉള്ള നേര് പറയാലോ. പിന്നെ ഒട്ടും പറ്റിയാലോ. ഇത് നോക്കിയേ എന്നാ പ്രശ്നമുണ്ട്. അപ്പം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേച്ച് പോലും ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ജീവിച്ച ആളാ. അന്നേരം പിന്നെ എന്നാ പറയാനാ, ഇനി ഒരു ടെൻഷനും ഇല്ല. ചിലപ്പോ കുറച്ചൊക്കെ ഇതൊക്കെ കണ്ട് പഠിക്കരുത്, കുറച്ചൊക്കെ പഠിക്കണം, ഇച്ചിരിയൊക്കെ പഠിക്കാനുള്ളൂ, ഇച്ചിരിയൊക്കെ മുഴുവൻ പഠിക്കരുത്. പക്ഷെ നല്ല മനസ്സാ.